സിദ്ദിഖ്, രഞ്ജിത്ത്, മുകേഷ്, സുരാജ് വെഞ്ഞാറമൂട്ട്, ഇടവേള ബാബു, ജയസൂര്യ, മണിയംപിള്ള രാജു തുടങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഴിച്ചുവിട്ട കൊടുങ്കാറ്റിൽപ്പെട്ട് വൻമരങ്ങൾ ഓരോന്നായി വീണുകൊണ്ടേയിരിക്കുകയാണ്. 300-നടുത്ത് പേജുകൾ ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. എന്നാൽ മലയാള സിനിമയിലെ പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച ആ റിപ്പോർട്ടിൽ നിന്ന് 60ഓളം പേജുകൾ ഒഴിവാക്കിയാണ് പുറത്തുവന്നത്. അതിനൊന്നും പക്ഷേ മലയാള ചലച്ചിത്ര ലോകത്ത് ഇപ്പോൾ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ തടയാൻ കഴിഞ്ഞില്ല. ലൈംഗികാരോപണങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തെത്തിയത്. ആരോപണത്തിന് മുന്നിൽ വൻ ശക്തികൾ കടപുഴകി, രാജിവെച്ചു. ഒടുവിൽ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ തന്നെ നിലംപൊത്തി. മോഹൻലാൽ പ്രസിഡന്റായ സംഘടനയുടെ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചു. മലയാള സിനിമാ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ട്വിസ്റ്റുകൾ ഏറെയുള്ള ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പോലെ. സർക്കാരിനെ പോലും പ്രതിസന്ധിയിലാക്കുന്ന വിവാദങ്ങളെ എങ്ങനെ നേരിടുമെന്ന് രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളുമൊക്കെ ആലോചിച്ച് തലപുകയ്ക്കുമ്പോൾ സമാനമായ മറ്റൊരു ക്യാമ്പയിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡിൽ തുടക്കമിട്ട #MeToo വിപ്ലവം. അതിന്റെ തുടർച്ചയാണോ ഇപ്പോൾ മലയാളത്തിലും സംഭവിക്കുന്നത്? അന്ന് മീറ്റൂവിൽ കടപുഴകിയത് ഹോളിവുഡിലെ വമ്പന്മാരായിരുന്നു. അതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. 2006-ലാണ് മീറ്റൂവിന്റെ തുടക്കം. പീഡനങ്ങൾക്കിരയായവർക്ക് പൊതു ഇടങ്ങളിൽ എല്ലാം തുറന്നു പറയാൻ അവസരവും പിന്തുണയും നൽകിയ ക്യാമ്പയിൻ. തറാന ബർക്ക് എന്ന ആക്ടിവിസ്റ്റാണ് 2006-ൽ മീറ്റു എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആദ്യം അത്ര വലിയ അനക്കമൊന്നുമില്ലായിരുന്നു. എന്നാൽ 2017 ഒക്ടോബറിൽ ഹോളിവുഡ് നിർമ്മാതാവും മിറാമാക്സ് സ്റ്റുഡിയോ സ്ഥാപകനുമായ ഹാർവി വെയിൻസ്റ്റനെതിരെ നടി അലീസ മിലാനോയുടെ ഒരു വെളിപ്പെടുത്തൽ വന്നു. ഇതോടെയാണ് മീറ്റു മൂവ്മെന്റ് ചർച്ചകളിൽ സജീവമായത്. നടി അലീസ മിലാനോയുടെ മീറ്റു ട്വീറ്റ് വൈറലായി. ഇതോടെ ഹോളിവുഡ് ഇളകി മറിഞ്ഞു. മീറ്റു പ്രസ്ഥാനം ഒരു ആഗോള പ്രതിഭാസമായി മാറി. പിന്നാലെ കാട്ടുതീ പോലെ മീറ്റു ക്യാമ്പയിൻ ശക്തമായി. ഹാർവി വെയിൻസ്റ്റൺ സ്ത്രീകൾക്കെതിരെ വർഷങ്ങളോളം നടത്തിയ ലൈംഗിക പീഡനങ്ങൾ, ആക്രമണങ്ങൾ, മോശം പെരുമാറ്റമൊക്കെ വെളിപ്പെടുത്തി നിരവധി നടിമാർ രംഗത്തെത്തി. ലോകം ഞെട്ടിത്തെരിച്ചു. അവിടെ നിന്നാണ് മീറ്റു പ്രസ്ഥാനം അഭൂതപൂർവമായൊരു ശ്രദ്ധ നേടി തുടങ്ങിയത്. ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ സ്ഫോടനാത്മക വെളിപ്പെടുത്തലുകൾ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചു. വെയിൻസ്റ്റണെതിരെ നടിമാരായ ആഷ്ലി ജൂഡ്, ആഞ്ചലീന ജോളി, റോസ് മഗവൻ, പെനലോപ്പെ ക്രൂസ്, സംവിധായക ഗ്വിനത്ത് പാൾട്രോ എന്നിവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും അല്ലാതെയും 80ഓളം സ്ത്രീകളാണ് രംഗത്തെത്തിയത്. ഈ വെളിപ്പെടുത്തലുകൾ വെയിൻസ്റ്റന്റെ അധിക്ഷേപകരമായ പെരുമാറ്റം മാത്രമല്ല, ഹോളിവുഡിലെ ഒരു പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് വെയിൻസ്റ്റനെ സംരക്ഷിച്ചത് എന്ന കാര്യവും പുറം ലോകത്തിന് മനസ്സിലാക്കി തന്നു. പ്രൊഫഷണൽ മീറ്റിംഗുകളുടെ മറവിൽ സ്ത്രീകളെ ലൈംഗിക ചെയ്തികൾക്ക് പ്രേരിപ്പിക്കുകയും അനുസരിക്കാതിരുന്നാൽ അവരുടെ കരിയർ തന്നെ നശിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു വെയിൻസ്റ്റന്റെ രീതി. അതിനായി ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു. പലരെയും ദുരുപയോഗം ചെയ്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. കൂടുതൽ പേർ ലൈംഗിക പീഡനത്തിന്റെയും ആക്രമണത്തിന്റെയും കഥകളുമായി മുന്നോട്ട് വന്നു. ഹോളിവുഡിലും മറ്റു തൊഴിലിടങ്ങളിലും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾക്ക് വൻ മാധ്യമ കവറേജും ലഭിച്ചു. ഇതോടെ #MeToo വൈറലായി. പൊതുജന രോഷം ആളിക്കത്തി. നടപടി വേണമെന്ന് മുറവിളികൾ ഉയർന്നു. അതോടെ വെയിൻസ്റ്റൺ നിർമ്മാണ കമ്പനിയിൽ നിന്ന് പുറത്തായി. തൊട്ടു പിന്നാലെ ഓസ്കാർ പുരസ്കാരത്തിനായുള്ള അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസിൽ നിന്നും വെയിൻസ്റ്റനെ പുറത്താക്കി. 2020 മാർച്ചിൽ ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമത്തിനും ഹാർവി വെയിൻസ്റ്റനെ 23 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. സമൂഹത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടായിരുന്നു മീറ്റൂവിന്റെ മുന്നേറ്റം. ഇത് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനത്തെയും ആക്രമണത്തെയും കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിച്ചു. ഒപ്പം വിവിധ മേഖലകളിലുടനീളം നയപരമായ മാറ്റങ്ങളിലേക്ക് നയിച്ചു. ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷന്റെ 2013 റിപ്പോർട്ട് അനുസരിച്ച് മീറ്റൂവിന്റെ വ്യാപനത്തിന് പിന്നാലെ US-ൽ ഫയൽ ചെയ്ത ലൈംഗിക അതിക്രമ പരാതികളിൽ 9% വർധനവുണ്ടായി. അതായത് കൂടുതൽ ഇരകൾ സംസാരിക്കാനും നീതി തേടാനും ആഗ്രഹിച്ചു എന്നാണ്. ഇതുതന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെയും സ്ഥിതി. പലർക്കും നിയമപരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സമൂഹ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ അവരെ പിന്നാക്കം വലിക്കുകയാണ്.
മീറ്റു വന്നതോടെ സിനിമ, രാഷ്ട്രീയം, മാധ്യമ മേഖല എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ പരസ്യമായ ആരോപണങ്ങളും നിയമ നടപടികളും ഒക്കെ നേരിട്ടു. തൊഴിൽ നഷ്ടവും ക്രിമിനൽ അന്വേഷണങ്ങളും ശിക്ഷകളും വരെ നീളുന്നതായിരുന്നു മീറ്റുവിന്റെ അനന്തരഫലങ്ങൾ. മീറ്റു കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പലർക്കും പ്രതീക്ഷ തോന്നി തുടങ്ങി. മീറ്റു പ്രസ്ഥാനം സജീവമായതോടെ പല കമ്പനികളും സ്ത്രീ സുരക്ഷയ്ക്കായി പുതിയ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. ആക്രമണങ്ങൾക്കെതിരെ പരാതി നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. പീഡനങ്ങൾ തടയുന്നതിനുള്ള നയങ്ങൾ ശക്തിപ്പെടുത്തി. മീറ്റു പ്രസ്ഥാനം വളർന്നതോടെ ഹോളിവുഡിൽ ലിംഗസമത്വം, സ്ത്രീകളുടെ പ്രാതിനിധ്യം തുടങ്ങിയവയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി. 2008 നടൻ നാനാ പടേക്കർക്കെതിരെ നടി തനുശ്രീ ദത്ത ലൈംഗികാരോപണം ഉന്നയിച്ചതോടെയാണ് ഇന്ത്യയിൽ മീറ്റു പ്രസ്ഥാനം സജീവമായത്. ഇതിനു പിന്നാലെ ഒട്ടേറെ പേർ തങ്ങൾക്കു നേരിട്ട മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തി. ബോളിവുഡ് ചലച്ചിത്ര നിർമ്മാതാവ് സാജിദ് ഖാൻ, നടൻ അലോക് നാഥ്, മാധ്യമപ്രവർത്തകൻ MJ അക്ബർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു. ഇത് അവരുടെ താൽക്കാലിക രാജിയിലേക്കും പിന്നീട് നിയമ നടപടികളിലേക്കും നയിച്ചു. അനുചിതമായ പെരുമാറ്റത്തിന് നിരവധി പ്രൊഫസർമാർക്കെതിരെ വിദ്യാർത്ഥികളും രംഗത്തിറങ്ങി. #മീറ്റു പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ലൈംഗിക അതിക്രമ കേസുകൾ വർദ്ധിച്ചതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റകൾ വ്യക്തമാക്കുന്നു. അതനുസരിച്ച് 2018 മുതൽ 2022 വരെ ഓരോ വർഷവും 400-ലധികം ലൈംഗിക പീഡനങ്ങൾ ഇന്ത്യയിൽ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വർധനവുമുണ്ടായി. ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ മീറ്റു വിമർശനങ്ങളും വെല്ലുവിളികളും ഒക്കെ ധാരാളം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മതിയായ തെളിവുകളോ ന്യായമായ വാദങ്ങളോ ഇല്ലാതെ വ്യക്തികളുടെ സൽപ്പേര് നശിപ്പിക്കുന്നതിനും ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തുന്നതിനും മീറ്റു സാധ്യതയുണ്ടാക്കുന്നുവെന്ന ആശങ്കയും നിലനിൽക്കുന്നു. സമൂഹത്തിന് മുന്നിൽ പ്രമുഖരായ ചിലരെ കരിവാരിത്തേക്കാൻ മീറ്റു പ്രസ്ഥാനം ചിലരെങ്കിലും ദുരുപയോഗം ചെയ്യുമെന്നും ആരോപണങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം വളരെ തുച്ഛമായ ഒരു ശതമാനക്കണക്ക് മാത്രമായിരുന്നു. ഇപ്പോഴും സജീവമാണ് മീറ്റു പ്രസ്ഥാനം. ലോകമെങ്ങും വിവിധ സമൂഹങ്ങളിലെയും സംസ്കാരങ്ങളിലും നയരൂപീകരണങ്ങളിലും മീറ്റുവിന്റെ സ്വാധീനം കാണാം. #മീറ്റു ഒപ്പം ചേർത്തില്ലെങ്കിലും തനിക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു പെൺകുട്ടി ശബ്ദമുയർത്തുമ്പോൾ അദൃശ്യ ശക്തിയായി #മീറ്റു ഒപ്പമുണ്ടാകും. മലയാള ചലച്ചിത്ര ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും #മീറ്റു തന്നെയാണ്.